സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ മാത്രമല്ല ദിയ കൃഷ്ണ. ഇന്ന് ഒരമ്മയും ഒരു ബിസിനസ് വുമൺ കൂടിയാണ്. ഇടയ്ക്ക് വെച്ച് പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ പല തിരക്കുകൾ കാരണം അവരുടെ ബിസിനസ് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പേരിൽ പലപ്പോഴായി പഴികേൽക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ദിയ കൃഷ്ണ എന്ന് പറയണം. അതിന് കാരണമായി മാറുന്നതും ദിയോടുള്ള ഒരു സ്നേഹവും അനുകമ്പയുമെല്ലാം പ്രേക്ഷകർ കാണിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോഴിതാ ദിയ ഓമിക്കുട്ടനെ നോക്കി വീട്ടിലിരിക്കുന്നതാണ് ഭൂരിഭാഗ സമയവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ദിയയുടെ ഭർത്താവ് പ്രിയപ്പെട്ട അശ്വിൻ ഇപ്പോൾ ദിയയുടെ ബിസിനസ് നോക്കി നടത്തുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെയും തൻ്റെ ലാപ്ടോപ്പുമായി എല്ലാ സമയവും ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അശ്വിൻ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അശ്വിൻ ഓബയോസയുടെ മാർക്കറ്റിംഗ് ഹെഡ് കൂടിയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. പണ്ടൊക്കെ വീഡിയോ എടുക്കാനൊക്കെ വളരെയധികം ചമ്മലായിരുന്നു അശ്വിൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അശ്വിൻ ഇപ്പോൾ വീഡിയോയിലെല്ലാം എത്തി ഓബയോസയുടെ പുതിയ മാർക്കറ്റ് കളക്ഷനെക്കുറിച്ചും അതുപോലെ തന്നെ ആ ഡയമണ്ട് കളക്ഷനെക്കുറിച്ചുമൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അശ്വിൻ കൊണ്ടുവന്നൊരു മാറ്റമാണ് എന്ന് തന്നെ പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തയോട് വളരെയധികം തന്നെ സാമ്യം പുലർത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഈ വാർത്തകളോടും. ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് ദിയയും അശ്വിനും എപ്പോഴും കാണിക്കുന്നത്. കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് കുഞ്ഞിനെ ചോദിക്കുന്നവർക്ക് കുഞ്ഞിൻ്റെ വിശേഷങ്ങളെല്ലാം അറിയിക്കാറുണ്ട് ദിയ. എന്നാൽ കുഞ്ഞിനെ കയ്യിലെടുക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉമ്മ വയ്ക്കുന്നത് പോലും തനിക്ക് ഇഷ്ടമല്ല എന്ന് ദിയ പറഞ്ഞതിൻ്റെ പേരിലോ ഒക്കെ തന്നെ വിമർശനവും നേരിട്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങളാണ് ദിയ കടന്നു വന്നത്. അതെല്ലാം തന്നെ അതിജീവിച്ചത് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ്റെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് എന്ന് പറയാം. അത് സമ്മതിച്ചേ മതിയാകൂ. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ അത് തന്നെ മനസ്സിലാക്കിപ്പിച്ച് തരുന്നുണ്ട്. അശ്വിനെ പോലെയുള്ള ഒരാളല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദിയയ്ക്ക് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലായിരുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞേ മതിയാകൂ. അശ്വിൻ എന്തുമാത്രമാണ് ആത്മാർത്ഥമായി ദിയയോടൊപ്പം നിൽക്കുന്നതെന്നും ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന IT ജോലി പോലും വേണ്ടെന്ന് വെച്ച് നിൽക്കണമെങ്കിൽ ഇവരുടെ ബിസിനസ് ഇവർ വളർത്താൻ തീരുമാനിച്ചു. അശ്വിന് കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ തന്നെ അശ്വിൻ കൂടി ഇവരിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പായി. ഇതോടെയാണ് പ്രേക്ഷകർക്കെല്ലാം ഇക്കാര്യങ്ങൾ മനസ്സിലായത്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം. ആരാധകരെല്ലാവരും അശ്വിന് പിന്നാലെ തന്നെയാണ്. സ്വന്തം ജോലി പോലും ഉപേക്ഷിച്ച് ദിയയുടെ ബിസിനസ് നോക്കി നടത്താൻ അശ്വിൻ കാണിക്കുന്നത് പോലെ മറ്റാരും കാണിക്കണമെന്നില്ല. എല്ലാവരും വളരെയധികം നാട്ടുകാർ എന്ത് പറയുന്നുള്ള കാര്യം മാത്രമേ ചിന്തിക്കൂ. എന്നാൽ പ്രാക്ടിക്കലായി ചിന്തിച്ച് അശ്വിൻ കൂടി ഈ ബിസിനസ്സിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അശ്വിൻ ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ ഇരട്ടി ടേൺ ഓവർ ദിയയുടെ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ അശ്വിൻ ദിയയുടെ ബിസിനസ് മേഖലകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.